പൈപ്പ് ലൈൻ ആക്ട് ഉണ്ട്. പൈപ്പ് ലൈൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം എടുക്കില്ല, ഉപയോഗാവകാശം എടുക്കുക. ഉപയോഗാവകാശം എടുക്കുമ്പോൾ എത്ര രൂപ കൊടുക്കും? പഠിച്ചിട്ടുണ്ടോ? ഇല്ല, നിങ്ങളാരും പഠിക്കില്ല. നിങ്ങൾ ഈ ഇതിന്റെ മുകളിൽ നിന്നിട്ടുള്ളതാണല്ലോ ഈ ന്യൂസ് അവറുകളുടെ പ്രധാന. അപ്പോൾ അതിൽ ഇതനുസരിച്ച് 10% മാത്രമേ നഷ്ടപരിഹാരമുള്ളൂ. ഉടമസ്ഥാവകാശം എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചാണ് 2.5 ഇരട്ടിയോളം കിട്ടും. അപ്പോൾ ഒരു സെൻറ്റിന് 100 രൂപയാണെങ്കിൽ 10 റുപ്യയായിരിക്കും പൈപ്പ് ഇടുമ്പോൾ കിട്ടുക. ഞങ്ങൾ കൃഷ്ണയ്യർ സ്വാമി ഉണ്ടായി, ഞാനുണ്ടായി, ഞങ്ങൾ സമരം നടത്തി. അന്ന് ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി, യോഗം വിളിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് റെസിഡൻഷ്യൽ ഏരിയ എന്നുള്ളത് മാറ്റണം. അത് നിയമപ്രകാരം അങ്ങനെ തന്നെയാണ്. 2 അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണം. നിയമം കറക്റ്റാണ്, പക്ഷെ നിങ്ങൾ പൈപ്പ് ഇട്ടാൽ സ്വാഭാവികമായിട്ടും ഭൂമിയുടെ വില കുറയും. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കണം. അന്ന് ഞാൻ MP ആണ്. അപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞു MP നിയമം അറിയാമല്ലോ, 10% കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ ചർച്ച തീർന്നു. അത് കഴിഞ്ഞിട്ട് 2016 കേരളത്തിൽ സംഭവം ഉണ്ടായി. പിണറായി മുഖ്യമന്ത്രിയായി. വീണ്ടും ഞങ്ങൾ ഈ പ്രശ്നം ഉന്നയിച്ചു. അന്ന് ഞാൻ മന്ത്രിയല്ല, അപ്പോൾ ഞാൻ പാർട്ടി സെക്രട്ടറിയാണ്, ജില്ലാ സെക്രട്ടറിയാണ്. പിണറായി യോഗം വിളിച്ചു. ഞങ്ങൾ ഭരണം മാറുമ്പോഴും ഭരണകൂടം മാറില്ല, ഈ സിസ്റ്റം തുടരും, ബ്യൂറോക്രസി മാറില്ല. അപ്പോൾ ഉദ്യോഗസ്ഥർ സ്വാഭാവികമായിട്ടും പറഞ്ഞു CM സാർ അത് കേന്ദ്ര നിയമമാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭൂമി വില നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഭൂമി വിലയുടെ 10% കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിണറായി വിജയൻ എന്ന പ്രായോഗിക മതിയായ ഭരണകർത്താവ് ചോദിച്ചു, ഭൂമിയുടെ വില ആരാ നിശ്ചയിക്കുന്നത്, കേന്ദ്രമാണോ നമ്മളാണോ? അപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞു സാർ നമ്മളാണ്. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അവിടുത്തെ ഭൂമിയുടെ വില 1000 രൂപയാക്കിക്കോ. അപ്പോൾ 10% എത്രയായി? 100 രൂപയായി. അപ്പോൾ ഭൂമിയുടെ വില കിട്ടി. ആ ഒറ്റ പ്രശ്നത്തിലാണ് നേരത്തെ പൈപ്പ് ഇടാൻ വിസമ്മതിച്ചിരുന്ന ആളുകൾ പിന്നെ ചോദിച്ചു 2-3 പൈപ്പ് ഇടാമോന്ന് ചോദിച്ചു. കാരണം എന്താ? വില കിട്ടി. അല്ലാണ്ട് ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാ, ഇത് ഭൂമിയിൽ അടിയിൽ പോകുമ്പോൾ പൊട്ടിത്തെറിക്കും എന്ന് പറയുന്ന ആളല്ലേ ഞാൻ. എന്നാൽ ന്യായമായത് കിട്ടും. അതാണ് കേരളത്തിൽ, അങ്ങനെയാണ്. അല്ലാണ്ട് നിങ്ങൾ പറയുന്ന പോലെ മുണ്ടൊടുക്കുന്ന മോദിയായി പിണറായി ആയുധമെടുത്തിട്ട് സമരത്തെ അടിച്ചമർത്തിയിട്ടല്ല കേരളത്തിൽ ഗെയിൽ പൈപ്പ് ലൈൻ ഇട്ടത്. ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്ത് മനസ്സിലാക്കി ന്യായമായ നഷ്ടപരിഹാരം കൊടുത്തപ്പോൾ ജനങ്ങൾ പറഞ്ഞു നേരെ 2-3 പൈപ്പ് ഇട്ടു. അങ്ങനെയാണത് ഞങ്ങളുടെ അഭിമാനമായി മാറിയത്. സമരക്കാർ ഭരണക്കാരായതുകൊണ്ടല്ലേ ഞാനത് പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞത് പോസിറ്റീവേ ആയിട്ടല്ല, നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായിട്ടും നെഗറ്റീവായിട്ടാണ്. ഞങ്ങൾ ഈ സമരം